നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ മരിക്കുന്ന എല്ലാ പ്രവാസികളുടെയും മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കണമെന്നതാണ് പ്രവാസി മലയാളികളുടെ കാലാകാലങ്ങളായുള്ള ആവശ്യമെന്നത്. അതിന് മുഴുവിരാമം കുറിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ മരിക്കുന്ന പ്രവാസി മലയാളികളുടെ ഭൗതിക ശരീരം തൊഴിൽ ഉടമയുടെയോ സ്പോൺസറിന്റെയോ എംബസിയുടെയോ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിൽ സൗജന്യമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള പദ്ധതി നടത്തിപ്പിന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എയർ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാർഗോയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ മരിക്കുകയും ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ മറ്റു സഹായം ലഭ്യമാകാത്ത നിരാലംബർക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിമാനത്താവളങ്ങളിൽ എത്തിക്കുന്ന ഭൗതിക ശരീരം നോർക്ക റൂട്ട്സിന്റെ നിലവിലുള്ള എമർജൻസി ആംബുലൻസ് സർവീസ് മുഖേന മരിച്ച പ്രവാസി മലയാളികളുടെ വീടുകളിൽ സൗജന്യമായി എത്തിക്കും. വിദേശ രാജ്യങ്ങളിൽ മരണപ്പെടുകയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിരാലംബർക്ക് ആശ്വാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് നോർക്ക റൂട്ട്സ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിൽ എത്തിക്കുന്ന മൃതദേഹം നോർക്ക റൂട്ട്സിന്റെ നിലവിലുള്ള എമർജൻസി ആംബുലൻസ് സർവീസ് മുഖേന മരണമടയുന്ന പ്രവാസി മലയാളികളുടെ വീട്ടിൽ സൗജന്യമായി എത്തിക്കുമെന്നതും ആശ്വാസകരം പകരുന്ന വാർത്ത തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ മരണമടയുന്ന പ്രവാസി മലയാളികളുടെ ബന്ധുക്കൾ അഥവാ സുഹൃത്തുക്കൾ എന്നിവർക്ക് അപേക്ഷാ ഫോറവും വിശദവിവരങ്ങളും നോർക്ക റൂട്ട്സ് വെബ്സൈറ്റായ www.norcaroots.org ലഭ്യമാകുമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 എന്ന നമ്പർ ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ 00188020120235 എന്ന നമ്പർ വിദേശത്തു നിന്നും മിസ്ഡ് കോൾ സേവനം വഴിയും ഈ നമ്പറിൽ നിന്നും ലഭ്യമാകുന്നതാണ്. എന്നാൽ സംശയമുയരുന്ന മറ്റൊന്ന്, ഈ പ്രഖ്യാപനം ബഡ്ജറ്റ് നടപ്പിലാക്കിയെന്ന് വരുത്താൻ മാത്രമുള്ളതായാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് ഭൂരിപക്ഷം ഗൾഫ് പ്രവാസികളുടെയും പ്രതികരണമെന്നത്. തൊഴിൽ ഉടമയുടെയോ സ്പോൺസറുടെയോ എംബസിയുടെ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രവാസിയുടെ ഭൗതിക ശരീരം സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള പദ്ധതിയിലാണ് നോർക്കയും എയർ ഇന്ത്യയും ധാരണയിലെത്തിയിരിക്കുന്നത് തന്നെ. എന്നാൽ ഗൾഫിലെ നിയമം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ തൊഴിലുടമയോ സ്പോൺസറോ ചെലവ് നൽകി തൊഴിലാളിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നതാണ്. അതിന് കഴിയാത്ത സാമ്പത്തിക സാഹചര്യമാണെങ്കിൽ കോൺസുലേറ്റിൽ അപേക്ഷ നൽകിയാൽ മരണപ്പെട്ട വ്യക്തിയുടെ മുഴുവൻ ചിലവും അധികൃതർ വഹിക്കുകയാണ് പതിവ്. ഡെത്ത് സർട്ടിഫിക്കറ്റ്, എംബാമിംഗ് ചാർജ് മുതൽ ശവപ്പെട്ടി വരെയുള്ള 33,000 ദിർഹംസ്, അതായത് ഇന്ത്യൻ രൂപ 62,000 നിലവിൽ കോൺസുലേറ്റ് അനുവദിക്കുന്നുമുണ്ട്. കൂടാതെ നോർക്ക അവകാശപ്പെടുന്നത് പോലെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഒരു ഗതിയുമില്ലാത്തവർക്ക് മൃതദേഹത്തിനും കൂടെ പോകുന്ന യാത്രക്കാരന് നാട്ടിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റ് ചാർജ് അപേക്ഷ നൽകിയാൽ കോൺസുലേറ്റ് നൽകുന്നുമുണ്ട്. ഇതിന് സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നേറ്റം എന്ന് കുറിച്ചുകൊണ്ട് നോർക്ക റൂട്ട്സ് പുതിയ പദ്ധതി രംഗത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.